നമ്മളത് എടുക്കില്ല എന്ന് പറയാൻ നമുക്ക് എടുക്കില്ല എന്ന് അങ്ങനെ ഒരിക്കലും പറയേണ്ട കാര്യമില്ല. പക്ഷേ അതൊരു പ്രൈവസി ആക്ച്വലി കുറച്ച് ഓക്വേർഡ് മൊമെന്റ്സ് ആണ് അതല്ല, കിട്ടുന്ന ഫുട്ടേജ് ആണെങ്കിലും അതേപോലെ ഓഫ് കോഴ്സ് അത് ഓക്വേർഡ് ആണത്. Hello everyone, welcome to Your Story, Kerala's first wedding photography podcast, where every untold stories find its voice. നമുക്കിപ്പോൾ നിലവിൽ we have one of the most talented photographer in the industry right now, who has been in the industry for a decade, and he was into the celebrity shoots, everything. We can invite the most talented photographer in the wedding industry right now. We also have the Jees John over here. Yeah. Welcome, Jees. Thank you. Welcome to the podcast. Thank you so much. Jeesinte, what we wanted to know exactly is Jeesinte ഒരു ജേർണി ഫ്രം വേർ യു സ്റ്റാർട്ടഡ്. കാരണം എനിക്ക് തോന്നുന്നു ജീസിനെ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 4 years മുന്നാണ് ഞാൻ ജീസിനെ കാണുന്നത് ഫസ്റ്റ് ടൈം. ആ ടൈമിലാണ് ജീസ് നമ്മുടെ ഒരു വർക്കിന് വേണ്ടി വരുന്നത്. സോ ജീസിൻ്റെ ഒരു കരിയർ, വേർ യു സ്റ്റാർട്ടഡ്, ജീസിൻ്റെ ഒരു സ്റ്റഡീസിനെ പറ്റി പറയാം. വേർ യു വാണ്ടഡ്, വാട്ട് യു വാണ്ടഡ് ടു ഡു എക്സാക്ട്ലി, ആൻഡ് ഹൗ യു കെയിം ഇൻ ടു ദ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രി. സ്റ്റാർട്ടിങ് എന്താ പറയുക, ചെറുപ്പത്തിലോട്ട് ഫോട്ടോഗ്രാഫി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫേഴ്സിനെ കാണുന്നത്, ഐ മീൻ നമ്മുടെ ചൈൽഡ്ഹുഡ് ആ സമയമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ടൈമിൽ എന്താ പറയുക, മെയിൻലി നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിനെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് മെയിൻലി വെഡ്ഡിങ് ആണ്. ആ സമയത്ത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വെഡ്ഡിങ്. അപ്പോഴൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്തോ എനിക്ക് ഫോട്ടോഗ്രാഫി കുറച്ച് ഇഷ്ടമായതുകൊണ്ടായിരിക്കും എന്തോ നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവരെ ക്യാമറാസ് അല്ലെങ്കിൽ ആ സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു സാധനം തോന്നിയിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ നമുക്കതൊരു പ്രൊഫഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഒരിക്കലും അന്ന് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറയുക, ഒരു +2 സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് എന്താ പറയുക, ഇതിനോടൊരു ചെറിയൊരു സിനിമ അല്ലെങ്കിൽ ഈ സാധനങ്ങളോടൊക്കെ ഒരു അട്രാക്ഷൻ തോന്നി തുടങ്ങി. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ കുറച്ച് അന്നുള്ള ഈ അന്നൊരു എൻ്റെ സോണി എറിക്സൻ്റെ W8 എന്ന് പറഞ്ഞിട്ടൊരു മൊബൈലുണ്ട്. വാക്മാൻ സീരീസ്, മറ്റേ ഓറഞ്ച് കളറിലെ ആ സാധനത്തിൽ അന്ന് നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെയാണ് പോസ്റ്റ് ചെയ്യണേ. അപ്പം അന്നത് വലിയ സംഭവം ആക്ച്വലി. ചെറിയ മെഗാ പിക്സലാണ്, പക്ഷെ നമ്മൾ അന്ന് അതിലെടുക്കണത് അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് ഭയങ്കര നല്ല ഐ മീൻ ആ ഫോൺ തന്നെ നമുക്ക് വലിയ കാര്യം. അപ്പം അതിലെടുക്കുന്ന ഫോട്ടോസ്, നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളെടുക്കുന്ന ഫോട്ടോസ് അവരത് DP ആക്കുന്നു. അതൊക്കെയാണ് നമ്മൾ ഐ മീൻ കോളേജിലെ ഫോട്ടോഗ്രാഫർ, ഐ മീൻ ആ ഒരു സീനിലോട്ടൊക്കെ നമ്മൾ പയ്യെ വരുന്നു. അപ്പം MG യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പം ആക്ച്വലി എൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു ഇവൻറ്റിനുണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ടും പിന്നെ മെയിൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും ഒരു എന്താ പറയുക ഡ്രാമയ്ക്ക് അവളായിരുന്നു ഡയറക്ഷൻ. അപ്പം അവർ പോകുന്നതാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ ആ ഒരു ഇവൻറ്റിൻ്റെ. അപ്പം അപ്പോഴും ഞാൻ ഫോട്ടോഗ്രാഫി ആക്ച്വലി ഇങ്ങനെ ഒരു ഇവൻറ്റ് പോലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ആക്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഒരു മത്സരത്തിൽ പോലും ഞാൻ നോക്കിയിട്ടില്ല. ഐ മീൻ ഇതൊരു സ്പോർട്സ് കുറച്ചുണ്ടായിരുന്നു, ക്രിക്കറ്റ് ടീം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ അന്നപ്പോൾ ആക്ച്വലി എൻ്റെ ക്ലോസ് ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ട് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട്, നീ ജസ്റ്റ് പേരെടുക്കുക, നീ അത്യാവശ്യം എടുക്കണ്ടല്ലോ, ആ ഒരു മൂഡിൽ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ആ ഇവൻറ്റിന് കൊടുക്കുന്നു. അപ്പം എൻ്റെ മെയിൻ അട്രാക്ഷൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ അന്ന് മഹാരാജാസ് വെച്ചിട്ടാണ്. മഹാരാജാസ് സെൻറ്റ് തെരേസസ് ലോ കോളേജ്, ആ സമയത്ത് അവരുടെ 3 കോളേജ് വെച്ചിട്ട് നഗരക്കാഴ്ച അങ്ങനെ എന്തോ ആയിരുന്നു സബ്ജക്റ്റ് തന്നെ. അപ്പം അതിൽ 2 മണിക്കൂർ സമയം തരും. നമുക്ക് 2 മണിക്കൂർ കൊണ്ട് എത്ര ഫോട്ടോ വേണം എടുക്കാം, പക്ഷെ ബാക്കിയുള്ള ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തിട്ട് 3 ഫോട്ടോ ആണ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വിത്ത് എ ക്യാപ്ഷൻ. അങ്ങനെ അന്നെന്തോ ക്യാപ്ഷൻ എഴുതി നമ്മൾ ജസ്റ്റ്, എൻ്റെ ഉദ്ദേശം അപ്പോഴും അതല്ല, അങ്ങനെ കൊടുക്കുന്നു. പ്രൈസ് അന്ന് സെക്കൻഡ് പ്രൈസ് അടിച്ചായിരുന്നു യൂണിവേഴ്സിറ്റി. അന്ന് സെക്കൻഡ് അല്ല, തേർഡ് അടിച്ച്. പിന്നെയും അടുത്ത വർഷം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ തന്നെ വരുന്നപ്പോൾ കൊടുത്തു. അങ്ങനെ 3 years അവിടെ നിന്ന് പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാവശ്യം ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് കിട്ടിയപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് സൗത്ത് ഇന്ത്യ പോകാൻ പറ്റി. അപ്പം അന്നേരവും ഗേൾ ഫ്രണ്ട് എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. ആളെ തന്നെ ഞാൻ കല്യാണം കഴിച്ചാണ്. അപ്പോൾ അങ്ങനെ അവിടെ പ്രൈസ് അടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ സീരിയസ് ആക്കിയത്. പിന്നെ DC മാഗസീനിൽ കയറി. അവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആക്ച്വലി. അവിടെ ഞാൻ ഫോട്ടോഗ്രാഫറിൻ്റെ ഇൻ്റർവ്യൂവിന് പോയത്. അപ്പം അവർ MBA
ഈ മറ്റേ ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലോട്ട് നമ്മളെ ആ സമയത്ത് അതൊരു നമ്മുടെ പ്രൊഫഷൻ അത്ര അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ആക്ച്വലി. ഈ ഒരു ഫോട്ടോഗ്രാഫി ഇപ്പോൾ കുറച്ച് ഗ്ലാമറസ് അല്ലെങ്കിൽ ഒരു സാധനത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് അതത്ര അതിനൊരു ഭയങ്കര ഫെയിമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ MBA എന്നുള്ള സീൻ കടന്നിട്ട് അവർ നമ്മളെ മാർക്കറ്റിംഗ് പ്ലസ് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ ഇട്ടിരുന്നത്. അപ്പോൾ ആ സമയത്തായപ്പോഴത്തേക്കും അവരുടെ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ മാർക്കറ്റിംഗ് സൈഡ് നോക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ട്രാവൽ മാഗസീൻ പോലെ, യാത്ര പോലത്തെ തന്നെ ട്രാവൽ ആൻഡ് ഫ്ലേവർ എന്നൊരു മാഗസീനായിരുന്നു. അവർ തന്നെ ഒരു പുതിയ മാഗസീൻ വന്നപ്പോഴും ആ ഒരു ടൈം തന്നെ റിമാക്ക് അല്ലെങ്കിൽ ഒരു കവർ ഷൂട്ട് അവർക്ക് വേണ്ടി ചെയ്യും. സെലിബ്രിറ്റി ഷൂട്ട് അവിടെ കിടന്നു. അത് ശരിക്കും പറഞ്ഞാൽ മെയിൻ ഫോട്ടോഗ്രാഫർ എന്തോ ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ എന്തോ ചെയ്ത് ഡേറ്റിന്റെ ഇതിൽ വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഈ ടൈം പീരീഡ് തന്നെ നമുക്ക് അപ്പോഴും 600 ആണ് നമ്മുടെ കയ്യിലിരിക്കണേ. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിയും എല്ലാം കുറച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് കുറച്ചുകൂടെ കയറി. അപ്പം നമ്മളിങ്ങനെ മൊത്തത്തിലുള്ള ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണം ഫോട്ടോഗ്രാഫി അങ്ങനെ സൈഡായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പം നമ്മൾ എല്ലാം അന്വേഷിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് വെഡ്ഡിങ്ങിൻ്റെ ഒരു സാധനങ്ങളൊക്കെ പയ്യെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീനെ കുറിച്ചൊക്കെ ഇങ്ങനെ കുറച്ച് നോക്കാനോ, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ അവരുടെ വെഡ്ഡിങ്ങിൽ കുറച്ച് ഫോട്ടോ എടുത്ത് എല്ലാവരും സ്റ്റാർട്ട് അങ്ങനെ ഒരു ഫ്രണ്ടിന്റെ വെഡ്ഡിങ് ഫ്രം ആ ഒരു സൈഡൊക്കെ ആയിരിക്കും ആക്ച്വലി. അപ്പം ഞാനും ഇതുപോലെ തന്നെ 2015 ഒക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് കല്യാണം കഴിച്ചു. കല്യാണത്തിന് ശേഷം ശരിക്കും ഞാൻ പറഞ്ഞാൽ ഈ പ്രൊഫഷനിലോട്ട് കംപ്ലീറ്റ്ലി ടേണിംഗ് പോയിന്റ് അവിടെ. അതിൻ്റെ സമയത്ത് തന്നെ നമ്മളൊരു മാഗസീനിൽ നിന്ന് ഇറങ്ങും. പിന്നെ കസിൻ്റെ ഒരു വെഡ്ഡിങ്ങിൽ ഇതുപോലെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, അല്ലെങ്കിൽ ആ കുറച്ച് ഫോട്ടോസ് ഈ ഫേസ്ബുക്കിൽ കിടന്ന് കറങ്ങിയപ്പം നമുക്ക് അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വരുന്നു. അതായത് വെഡ്ഡിങ് എന്തുകൊണ്ട് ചെയ്തുകൂടാ, അങ്ങനെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ വൈഫിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്നോടുകൂടിയിട്ട് നമുക്കും തോന്നി തുടങ്ങി ഈ വെഡ്ഡിങ് ഇൻഡസ്ട്രീൻ്റെ ഒരു സാധനങ്ങളെക്കുറിച്ച് നമ്മൾ ഉറപ്പായിട്ടും നോക്കുമല്ലോ. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ വെഡ്ഡിങ് ഇൻഡസ്ട്രി ഭയങ്കര ഒരു സാധനമാണെന്ന് അന്ന് മനസ്സിലായി. he also owns a company called as a Vows of Love. I really love that name. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് യുവർ സ്റ്റോറി എന്നുള്ള വെഡിങ് കമ്പനി തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സ്ട്രഗ്ലിങ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ആദ്യം ഇതൊരു പാർട്ട്ണർഷിപ്പിൽ റൺ ചെയ്തുകൊണ്ടിരുന്നതാണ് ആദ്യം എമോർ വെഡ്ഡിങ് കമ്പനി എന്നുള്ളത്. അത് വെൻ വി ഹാഡ് ടു റീബ്രാൻഡ് ദ കമ്പനി നമുക്കൊരു ഇതുണ്ടായിരുന്നു, എന്ത് പേരിടും എന്നുള്ളത് ഭയങ്കര ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ അന്ന് കുറേ പേരുകൾ ഇതേപോലെ വന്നിരുന്നു. കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് വെഡ്ലോക്ക് എന്താണ് അങ്ങനെ കുറേ പേരുകൾ വന്നിരുന്നു. പക്ഷെ ഒന്നും ഇതാവുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഒരു നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഐക്കൺ ഉണ്ടാവുമല്ലോ, യുവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടപ്പോഴാണ് അവിടുത്തെ യുവർ സ്റ്റോറി. ഓക്കെ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ കഥകളാണ്. അങ്ങനെയാണ് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ശരിക്കും ആ യുവർ സ്റ്റോറി എന്നുള്ള പേര് വന്നത്. സോ വാട്ട് ഐ വാണ്ട് ടു ആസ്ക് ഈസ്, ഈ വോവ്സ് ഓഫ് ലവ് എന്നുള്ള ഒറിജിൻ അല്ലെങ്കിൽ ആ പേര് എവിടെ നിന്നാണ് ജീസിൻ്റെ ഒരു മൈൻഡിൽ വന്നത്? വാസ് ഇറ്റ് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ പേര് എല്ലാവർക്കും ഒരു ബ്രാൻഡ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓൺ പ്രൊഡക്റ്റ്, ആ സാധനം ഭയങ്കര പേഴ്സണലാണ് ആ സാധനം. അപ്പോൾ അതിലോട്ട് സംതിങ് റിലേറ്റഡ് ടു വെഡ്ഡിങ് ഒരു വേർഡ് വേണമെന്ന് ഭയങ്കരമായിട്ട് അതാണ് ഒരു ഫസ്റ്റ് ഒരു പോയിന്റ് വെച്ചത്. ഓക്കെ. അപ്പം ആദ്യം നമ്മളിങ്ങനെ കുറച്ച് ഒരു ബന്ധമില്ലാത്ത കുറച്ച് പേരുകളൊക്കെ ഇപ്പം നമുക്ക് ഒത്തിരി ബ്രാൻഡുകൾ ഭയങ്കര ഫേവറേറ്റ് ഉണ്ടല്ലോ. ഹൗസ് ഓൺ ദി ക്ലൗഡ്സോ അല്ലെങ്കിൽ വെഡ്ഡിങ് ഫിലിമർ, അങ്ങനെ കുറേ സാധനങ്ങൾ. കാരണം അവരുടെയൊക്കെ ആ ഒരു 3 letter വേർഡിങ്സ് ആണ് പറഞ്ഞാൽ കുറേയൊക്കെ ഇൻസ്പയർ ആയത്. കാരണം ഞാനും ആദ്യം തുടങ്ങിയപ്പോൾ YSW എന്നായിരുന്നു, വി ഷോർട്ട് ഇറ്റ് ഡൗൺ ടു YS. എനിക്ക് തോന്നുന്നു അത് കുറേയൊക്കെ നമ്മൾ ഇൻസ്പയർ ആയതുണ്ട്. ഇതേപോലെ വലിയ വലിയ ബ്രാൻഡ്സ്, ഹൗസ് ഓൺ ദ ക്ലൗഡ്സ് ആണെങ്കിലും ശരി, വെഡ്ഡിങ് ഫിൽമേഴ്സ് ആണെങ്കിലും ശരി. അപ്പോൾ ഈ വോവ്സ് ഓഫ് ലവ് ഞാനിതുപോലെ ആ സമയത്ത് വോവ്സിലോട്ട് എങ്ങനെയോ എത്തി. ഓക്കെ. സംതിങ് റിലേറ്റഡ് ടു വെഡ്ഡിങ് എന്നുള്ളൊരു സാധനത്തിൽ വന്നപ്പോൾ വോവ്സിലോട്ട് എത്തി. അപ്പം ആക്ച്വലി അതേപോലെ ഒരു ടാഗ് ലൈൻ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. അപ്പം പിന്നെ ഈ വോയ്സ് ഓഫ് ലവ് എന്നൊരു സാധനത്തിലോട്ടും എത്തിക്കഴിഞ്ഞപ്പോൾ ലവ് ഭയങ്കര കോമൺ ആണ്, ക്ലീശയാണെന്നൊക്കെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു.
പക്ഷേ ലവ് ഇല്ലാതൊരു സാധനം ഇല്ല. ഇല്ല, എന്തായാലും വെഡിങ്ങിലില്ല. ഐ മീൻ അത് ഫസ്റ്റ് പറഞ്ഞത് വൈഫിനോടാണോ? അത് ഞങ്ങൾ തമ്മിലൊരു കോൺവെർസേഷനിലായിരിക്കും ഉറപ്പായിട്ടും വരുന്നത്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞ് വോയിസ് ഓഫ് ലവ് എന്ന് 1-2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ എനിക്കിങ്ങനെ ഷോർട്ട് ഫോംസ് ഇപ്പോൾ YS പോലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ VOL എന്ന് എഴുതി. VOL എന്ന് എഴുതിയിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വായിച്ചു കഴിഞ്ഞപ്പം LOV എന്ന് പറയുമ്പോൾ ലവ്. ആ ഒരു ആസ്പെക്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ആസ്പെക്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അപ്പം ലവ്. അപ്പം അത് ഞാനൊരു ഇൻഫിനിറ്റിയുടെ ലോഗോയിൽ ചെറിയൊരു ഇൻഫിനിറ്റി ഇട്ട്. അപ്പം ഇൻഫിനിറ്റി ഇങ്ങനെ തുടങ്ങി വന്നിട്ട് ആരോ വന്നു കഴിയുമ്പം ഈ LOV എല്ലിൻ്റെ അവിടെ വന്നിട്ട് ആരോ ഇങ്ങോട്ട് കൊടുത്തേക്കണേ. ഇപ്പം LOV എന്ന് പറയുമ്പം അവിടെയും ലവ് ഉണ്ട്. അതൊരു ഇൻഫിനിറ്റി ആണ്. ഒരു സാധനത്തിലോട്ട് കണക്ട് ആയി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഇതുപോലെ തന്നെ ഈ ബ്രാൻഡിങ് സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. ഒരു പേര് എങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ ഭയങ്കര കോംപ്ലിക്കേറ്റ്. ഇപ്പം ഹൗസ് ഓൺ ദ ക്ലൗഡ്സ് അതൊക്കെയാണ് നമ്മളെ ഒത്തിരി ഇൻസ്പയർ ആണ്. അപ്പം എന്നെ ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അവരെല്ലാവരെയും ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. അപ്പം ഈ പേരുകളുടെ കാര്യത്തിൽ വന്ന് പിന്നെ ഞാൻ മനസ്സിലായി നമ്മളത് വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതൊരു ബ്രാൻഡ് ആയിക്കോളും. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒത്തിരി പേര് അക്സെപ്റ്റ് ചെയ്ത് കുറെ. ഞാനും ആ സമയത്ത് ചിന്തിക്കുന്നത് ഒരുപാട് വലിച്ചു നീട്ടി വലിയ പേരില്ലാതെ ഇഫ് സംബഡി ക്യാൻ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വെരി ഷോർട്ട് നെയിം അത് വേണമെന്നാണ് ഞാനും അന്ന് ആലോചിച്ചത്. ഈ പേര് ഭയങ്കര നോർമൽ വേർഡ്സ് ആണ്. വോയിസ് ഓഫ് ലവ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്. ആ സിംപ്ലിസിറ്റി പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. സാധനം എല്ലായിടത്തും അല്ല, ഞാൻ LOV എന്നുള്ള സംഭവം ഞാൻ ആലോചിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളത് എപ്പോഴും ഇപ്പൊ ഒരു ഫോട്ടോയിൽ ഇടുമോ, VOL ഇടുമോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കാണുമ്പോൾ ആ പിക്ചർ ഓവറോൾ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഈ LOV എന്നുള്ള സംഭവം തിരിച്ച് ഉള്ള ആസ്പെക്ട് ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് റിയലി നൈസ് ആക്ച്വലി. ഈ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ HR മാർക്കറ്റിംഗ് അതിനകത്തേക്ക് ഉണ്ടായിരുന്നു. ഒരു ജോലിയിൽ നിന്ന് ജീസ് ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സ്പെഷ്യലി വെഡിങ് ഫോട്ടോഗ്രാഫി, കാരണം ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നത് വെഡിങ് ഫോട്ടോഗ്രാഫി അത്രയും ബൂംഡൊന്നുമല്ല. ഇതിനകത്ത് ഈ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പോലും തിങ്ക് ചെയ്തിരുന്നൊരു ടൈമാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ടൈം 2015 ഓൾസോ, നോട്ട് ടു ഫാർ ഓൾസോ. 2015 എല്ലാവരും തിങ്ക് ചെയ്ത് ഇതിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ജോലിയിൽ നിന്ന് ഒരു ഫുൾ ടൈം ഫോട്ടോഗ്രാഫർ ആണ് എന്നുള്ളൊരു ഇതിനകത്തേക്ക് മാറാൻ വേണ്ടി ഹൗ മച്ച് സപ്പോർട്ട് ഡിഡ് യു ഗെറ്റ് ഫ്രം യുവർ ഫാമിലി ആൻഡ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഫ്രം ദ വൈഫ് ആയിരിക്കണം? അതെ, ആളുടെ സപ്പോർട്ട് ഭയങ്കര എന്താ പറയുക, അത് നമ്മൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ചാലും അവള് ഉറപ്പായിട്ടും അത് മണ്ടത്തരാന്ന് പറയും. അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഒരു ഫീഡ്ബാക്ക് തരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റിവിറ്റീസ് പറയണ ആള്, അതാ ഒരു കണക്ഷനുണ്ട്. അപ്പം ആളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഉണ്ട്. അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലോ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഡയറക്റ്റ് അറിയണ ആരും ഇല്ലായിരുന്നു. ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുമില്ല. അതിൻ്റെ കുഴപ്പങ്ങളും എനിക്കുണ്ട്, അഡ്വാൻറ്റേജസും എനിക്കുണ്ട്. അപ്പോൾ അതിലോട്ട് ആളുടെ ആ ഒരു സപ്പോർട്ട് ഭയങ്കര അടിപൊളിയാണ്. അപ്പം അതായിരിക്കും ഉറപ്പായിട്ടും എനിക്ക് കുറച്ച് ധൈര്യത്തിൻ്റെ ഒക്കെ കുറവുണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷേ വേറൊരു സൈഡിൽ നിന്ന് ക്രിയേറ്റീവ് സൈഡിൽ നോക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നൊരു സാധനം ഉണ്ട് ഞാൻ. അപ്പം ഒരു ട്രൈ ആയിരുന്നു ആക്ച്വലി. അത് പിന്നെ പെട്ടെന്നായിരുന്നു എൻ്റെ ഗ്രോത്ത് ആ സമയത്ത് ആസ് എ ഫോട്ടോഗ്രാഫർ. ബാക്കിയുള്ള ഗ്രോത്ത് അല്ല ഉദ്ദേശിക്കുന്നത്. ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്ക് ഭയങ്കര ഈസി സ്റ്റാർട്ടായിട്ടിരിക്കുന്നത്. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടേ ഇല്ല ആക്ച്വലി ഈ ഒരു എൻ്റെ പ്രോസസ്സിൽ ഞാൻ ഒട്ടും കഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഈ 15 ഞാൻ വെഡ്ഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് അന്ന് ഫേസ്ബുക്കിൻ്റെ ഗ്രോത്ത് കൊണ്ടായിരിക്കാം, അന്ന് ഫ്രെയിം ഹണ്ട് ഭയങ്കര കേരളത്തിലെ ഒരു ഭയങ്കര അടിപൊളി ഫോട്ടോഗ്രാഫി ടീമായി. അവരുടെ ഒരു അടിപൊളി സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ മാനേജർ ബോണി എന്ന ചേട്ടൻ എന്നെ വിളിക്കുന്നു. പുള്ളി എന്നെ ഫേസ്ബുക്കിൽ കണക്ട് ചെയ്തത്, അല്ലാണ്ട് വേറെ കണക്ഷനൊന്നുമില്ല. പക്ഷേ ആരോ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ആ ഒരു സമയമൊക്കെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വർക്കുകൾ പെട്ടെന്ന് കിട്ടുന്നു ആസ് എ ഫ്രീലാൻസർ. അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അവിടെ നിന്ന് നമ്മൾ ഒരു 1 ഇയറോളം അങ്ങനെ ഫ്രീലാൻസിങ് അല്ലെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രീലാൻസിങ് പരിപാടികളായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ
ട്യൂസ്ഡേ ലൈറ്റ്സിൽ കുറേ നാൾ ഒരു 1.5 വർക്ക് ഞാനും അർജുനും ഭയങ്കര ഫ്രണ്ട്സാണ്. ഓക്കെ. അപ്പോൾ അർജുൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ടിട്ട് നമ്മളും ആ സമയത്ത് ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു 1.5 അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴും വേറെ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് ഞാൻ മൊത്തത്തിൽ എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്തിൽ ഐ മീൻ വെഡ്ഡിങ് ഇൻഡസ്ട്രിയിൽ ഞാൻ വളരെ കുറച്ച് ടീമിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് എല്ലാം കൂടുതലും ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ. പിന്നെ നേരെ അത് കഴിഞ്ഞിട്ട് നേരെ മാജിക് മോഷൻ ആയിരുന്നു. ഓക്കെ. അവിടെയാണെങ്കിലും എനിക്ക് അത്ര പ്രഷർ എടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒത്തിരി നമ്പർ ഓഫ് വെഡ്ഡിങ്സ് ഷൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളല്ല. Okay. കുറച്ച് പീസ് ആണ് എൻ്റെ മൊത്തത്തിൽ. കാരണം ഇറ്റ്സ് പീസ് ഓഫ് ഹാർട്ട്. ആ പാർട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ക്രിയേറ്റിവിറ്റി വർക്ക് ആവുള്ളൂ. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡൂയിങ് 100 ഫിലിംസ് ഓർ എനിത്തിങ്, 100 ഫോട്ടോസ് എടുക്കുക എന്നുള്ളതല്ല. ഞാനിപ്പോൾ പ്രീ വെഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ എല്ലാവരും പറയാറുണ്ട്, ഒരു 10, 800 അല്ലെങ്കിൽ ഒരു 1000 ഫോട്ടോസ് എടുക്കുക എന്നുള്ളതല്ല. ഒരു 10 ഫോട്ടോ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു 20 ഫോട്ടോ എടുക്കുകയാണെങ്കിലും ദാറ്റ് നീഡ്സ് ടു ബി സ്പെഷ്യൽ ഫോർ ദ ക്ലയൻറ്റ്സ്. അല്ലെങ്കിൽ അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനും ആക്ച്വലി ഈ ക്വാളിറ്റി തന്നെയാണ്, ക്വാണ്ടിറ്റി അല്ല. അതെ, കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്ത് കുറേ ഒരു 1000 ഫോട്ടോ കൊടുക്കുന്നതിൽ ഒരു 10 ഫോട്ടോ ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ബിസിനസ്. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, കാരണം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ജീസ്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീലാൻസ് ചെയ്യുന്ന ബീയിങ് എൻ ഓണർഷിപ്പ് ഫോർ എ കമ്പനി, ആ ഒരു കമ്പനിയുടെ ഒരു ഓണർഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു ഡിഫറൻസിയേഷൻ അല്ല, ആ ഒരു ബുദ്ധിമുട്ട് എന്താണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നല്ലൊരു ബിസിനസ് ചെയ്യണോ അതോ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവണോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഫ്രീലാൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഓൺ കമ്പനി തുടങ്ങി അതിനകത്തേക്ക് മാറുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഫ്രീലാൻസ് ആകുമ്പോൾ നമുക്ക് സുഖമായിരുന്നു. ഇത് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ് കുറച്ചും കൂടി കൂടിയൊരു മേഖല ബിസിനസ്സിലേക്ക് വരുമ്പോൾ. അവിടെ ജീസിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസിയേഷൻ തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴും തോന്നുന്നുണ്ടോ അതോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഈ 15 പകുതി സമയത്തായിരിക്കും ഫ്രീലാൻസിങ് അല്ലെങ്കിൽ വെഡ്ഡിങ് ഇൻഡസ്ട്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇപ്പം എൻ്റെ ഓഫീസ് ഫ്ലോ ബ്രാൻഡ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 years 2.5 years ഒക്കെ ആ സമയമായിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഒരു ഓൺ ബ്രാൻഡ്, ആ ഒരു പേഴ്സണൽ സാധനം ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഇപ്പം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ബ്രാൻഡിങ് അല്ലെങ്കിൽ ആ സാധനങ്ങളെക്കുറിച്ച്, ബ്രാൻഡിങ്, ലോഗോ, ലെറ്ററിങ്, ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു സാധനം വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വരണം. നമ്മുടെ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കുറച്ച് വെഡ്ഡിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്താ പ്രോസസ്സ് എന്നെല്ലാം അറിയാം, അല്ലെങ്കിൽ ഇത്രയും ഈ നല്ല കുറേ കമ്പനികൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും ഇപ്പോൾ മാജിക് മോഷൻ ഒക്കെ നമ്മൾ ഭയങ്കര, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇത്രയും ഒരു നല്ലൊരു കമ്പനി, അവരൊക്കെ നമ്മളെ കുറേ ഡ്രീം ചെയ്യാനും, അല്ലെങ്കിൽ ഇപ്പം ഓഫ് കോഴ്സ് നമ്മൾ നോക്കുന്ന ഇപ്പം വെഡ്ഡിങ് ഫിലിമറോ അല്ലെങ്കിൽ ജോസഫ് രാധിക്കോ അങ്ങനത്തെ ടീമുകളെയാണ് നമ്മൾ റെഫറൻസോ അല്ലെങ്കിൽ അന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് പോലും. പക്ഷേ നമുക്കൊരു ഇവിടെ നിന്നൊരു സക്സസ്ഫുൾ, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ഓൾ ഇന്ത്യ ലെവലിലോട്ടോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലോട്ടോ ഒരു സാധനം കാണിച്ചു തന്നത് അവരാക്ച്വലി. അപ്പം അങ്ങനെ ഒരു സാധനമൊക്കെ ആയിരുന്നു നമ്മുടെ മൈൻഡിലും ആദ്യം വന്നത്. അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വരണം, അത് എനിക്ക് പേഴ്സണലി വേണ്ടത് ഇതൊരു പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ആക്കണം എന്നൊക്കെ. ഇപ്പോഴും അത് തന്നെ, അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിലോട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായൊരു ഡിഫിക്കൽട്ടി വന്നിട്ടില്ല. ഞാൻ ഈ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് ഗ്രൗണ്ട് വർക്ക് കുറച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ ബ്രാൻഡ് വളരെ ചെറിയൊരു ബ്രാൻഡ് ആക്ച്വലി, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പം ഒരു 3-4 സ്റ്റാഫ്, ഐ മീൻ നമ്മുടെ ഒരു ടീം, പോസ്റ്റ് പ്രൊഡക്ഷനുള്ള ടീം എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി അതായത് ഒരു പീസാണ് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് വെഡ്ഡിങ്സ് കുറച്ചിട്ട് ക്വാളിറ്റി എല്ലാവരും ക്വാളിറ്റിയും ഔട്ട്പുട്ടും ഒക്കെ തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ വോയിസ് ഓഫ് ലോ എങ്ങനെയോ ബ്രാൻഡ് ചെയ്തത് മൊത്തം ഒരു കുറച്ച് ഇൻറ്റിമേറ്റ് കൈൻഡ് സാധനത്തിലായിട്ടാണ് ആദ്യം തൊട്ടേ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ വെഡ്ഡിങ്സ് കുറച്ച് നമുക്ക്, എൻ്റെ ഭാഗ്യത്തിന് അങ്ങനെ കുറേ വെഡ്ഡിങ്സ് വന്നു. എനിക്ക് വലിയ വെഡ്ഡിങ്സ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നല്ല പറയണേ, പക്ഷേ
കുറച്ചുകൂടെ ഫ്രം ദ ഹാർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇന്റിമേറ്റ് വെഡിങ്സ് പീസ് ഓഫ് മൈൻഡ് അതായത് അങ്ങനത്തെ വെഡിങ് ഷൂട്ട് ചെയ്യും, അത് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റാറുള്ളൂ. അതിലും കൂടുതൽ ഈ ആദ്യത്തെ പറഞ്ഞ ഇൻട്രോവേർട്സ് ആണ് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം എനിക്കതൊരു വലിയ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോഴും ഞാൻ കോൺഫിഡൻ്റ് അല്ല. പക്ഷേ സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ നമുക്കതിനുള്ള ബാക്കി സോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ വന്നാൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോഴും ഇങ്ങനത്തെ വെഡ്ഡിങ്സ് ആണ് നമ്മളിപ്പോഴും ചൂസ് ചെയ്യണത്. ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഈസി ഗോ എന്നുള്ളൊരു, അതായത് പീസ് ഓഫ് മൈൻഡ് നമുക്ക് എപ്പോഴും ഏതൊരു ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ ഈ ഞാൻ ഒരു ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ എല്ലാവരുടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മളൊരു കൊട്ടേഷൻസ് ഒരു ക്ലയൻറ്റിന് കൊടുക്കുന്ന സമയത്ത് കൊട്ടേഷൻ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോപ്പർ വർക്ക് ഫ്ലോ ആണ് ഞാൻ കമ്പനി തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്തത്. അതായത് ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അത് തൊട്ടിട്ട് അതിൻ്റെ ഐ മീൻ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, ആ ഷൂട്ട് ഡേ, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ 3 കാര്യങ്ങൾ, ഐ മീൻ ഈ 3 സ്റ്റേജായിട്ട് തന്നെ ഒരു വർക്ക് ഫ്ലോ ഉണ്ട് എനിക്ക്. ആ 3 വർക്ക് ഫ്ലോയിൽ തന്നെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ആ 3 സാധനം സെറ്റ് ആക്കണം എന്നുള്ളതായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പം എനിക്ക് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു 100% അവർക്ക് കിട്ടാറില്ല. ഇപ്പം ഈ പോഡ്കാസ്റ്റിലാണെങ്കിൽ പോലും എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യണം ആക്ച്വലി. അപ്പം അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കോൺട്രാക്ട് പ്രോപ്പർ ഒരു കോൺട്രാക്ട് ഫോം ബിൽഡ് ചെയ്യാൻ കാരണം. അത് പല ആൾക്കാരുടെയും റെഫറൻസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ കോൺട്രാക്ട് ഫോം ഒന്നും അല്ല ആക്ച്വലി. പക്ഷേ ഇതെല്ലാം എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസിലൂടെയാണ് പല പോയിന്റ്സും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ഇത് നമ്മൾ വെറുതെ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവം മാത്രമല്ല. ഇതിനകത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രീവിയസ് എക്സ്പീരിയൻസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓൺ കമ്പനീസിൻ്റെ, എല്ലാ കമ്പനീസിനും അവനവൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അത് ബിൽഡ് ആവുന്നത് ആ കമ്പനീസിൻ്റെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഒരു നല്ലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. മനസ്സിലായി. അതുകൊണ്ട് എന്തെങ്കിലും ഹാവ് യു റിയലി ഫേസ്ഡ് എനി കാരണം എന്തെങ്കിലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് എപ്പോഴെങ്കിലും ഒരു ക്ലയൻറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ഇതുവരെയുള്ള ജേർണി വളരെ ചെറുതാണ് ആക്ച്വലി ഈ വോയിസ് ഓഫ് ലവ് എന്നുള്ള സാധനത്തിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്പർ ഓഫ് വെഡിങ്സ് കുറച്ചായതുകൊണ്ട് ക്ലയൻസിൻ്റെ എണ്ണം അതുപോലെ കുറവാണ്. അപ്പം ഈ നമ്മൾ ഇതുപോലെ തന്നെ പുറത്ത് ഇൻ്റർനാഷണൽ റെഫറൻസ് എടുക്കണോണ്ടാണ് ഈ കോൺടാക്ട് ഫോം കാര്യങ്ങളെല്ലാം വേണമെന്നൊരു സാധനം വരാൻ കാരണം. ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുമ്പോൾ പോലും നമ്മൾ അല്ലെങ്കിൽ ഗൂഗിൾ മെയിൽ തുടങ്ങുമ്പോഴും ഒരു ലോഡ് കോൺട്രാക്ട് അടിച്ച് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ വെഡ്ഡിങ് ഇൻഡസ്ട്രിയിൽ ആ സാധനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പലരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും നാൾ വർക്ക് ചെയ്തപ്പോൾ പല സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ആരെയും കൊടുക്കാനോ അങ്ങനെയുള്ള കോൺട്രാക്ട്സ് അല്ല. ടു ബി ഫ്രാങ്ക്, ക്ലയൻറ്റും നമ്മളെ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇന്ന കോൺട്രാക്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ദിവസമാണ് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ സബ്മിഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ നമ്മളെ ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് കണ്ടിട്ട് മാത്രം നമ്മളെ ചൂസ് ചെയ്യരുത് ആക്ച്വലി. നിങ്ങൾ ഇപ്പോൾ ഒരു കപ്പിളിനോട് പറയുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടിട്ട് മാത്രം ചെയ്യരുത്. നിങ്ങൾ പോസ്റ്റ് കണ്ട് അതൊരു പോർട്ട്ഫോളിയോ ആണ്, അവരുടെ പോർട്ട്ഫോളിയോ കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക ഒരു 3-4 പേര്. പിന്നെ അവരായിട്ടൊരു ഗൂഗിൾ മീറ്റോ, ഞാൻ എല്ലാ ക്ലയൻറ്റുമായിട്ട് ഗൂഗിൾ മീറ്റ് വെക്കാറുണ്ട്. പറ്റുവാണെങ്കിൽ അത് വീഡിയോ കോൾ ആയിരിക്കണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നമുക്കൊരു കണക്ഷൻ. ഇപ്പം നമ്മുടെ പല ക്ലയൻസും പുറത്ത് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നമുക്ക് അഡ്വാൻസ് പ്രൈസിൽ നിന്നിട്ട് നമ്മളെ ചൂസ് ചെയ്യണേ. അപ്പോൾ അവർക്കൊരു അങ്ങോട്ടൊരു കണക്ഷൻ വേണം. ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ഇത് ഞാൻ ചെയ്യുന്ന ആക്ച്വലി. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വളരെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭയങ്കര ഞങ്ങളുടെ ഭയങ്കര പ്രൈവസി ഉള്ള സംഭവമാണ്. വെച്ചാൽ നമ്മളിത് എൻ്റെ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഈ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരങ്ങനെ 1-2 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കൊരു കോൺട്രാക്റ്റിൽ ഇങ്ങനെ ആ ഒരു പോയിന്റ് എടുത്ത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി പറ്റും എന്ന് തന്നെ പറഞ്ഞിട്ടാണ്. വെച്ചാൽ എനിക്കതൊരിക്കലും അവരുടെ ഒരു ഭയങ്കര അങ്ങനത്തെ മൊമെൻ്റ് ആണെന്നുണ്ട് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു കുഴപ്പമില്ല. അത് അവരുടെ ചോയ്സാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ പൈസ മേടിച്ചിട്ട് വർക്ക് ചെയ്യണേ. അതുകൊണ്ട് എന്താ പറയുക, അതിൻ്റെ കംപ്ലീറ്റ്ലി അതിൻ്റെ ഫൈനൽ വേർഡ് അവർ തന്നെയാണ്. നമ്മൾ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മെൻഷൻ ചെയ്യേണ്ടത് നമ്മളിത് if somebody doesn't want to portray the pictures or anywhere on the social media, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് പോർട്രേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത് ചോദിക്കാൻ കാരണം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. കാരണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ റണ്ണിങ് എ ബിസിനസ്. അത് ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടില്ല, കുറേയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് വെക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരി മസ്റ്റ്. അതെ, അത് ഉറപ്പായിട്ടും എല്ലാവരും ചെയ്യുവാണെങ്കിൽ ഇത് വലിയ പാടില്ല. നമുക്ക് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്താൽ പിന്നെ അതിനൊരു വലിയ എഡിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി. അപ്പം ഒരു പ്രാവശ്യം പണിയെടുത്താൽ ബാക്കി നമുക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, ഇത് എന്താണ്, ഈ വേർഡ് ഓഫ് മൗത്തിൽ ഒന്നും എഗ്രി ചെയ്യാതിരിക്കുക ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റിലൂടെ ഒരു കോട്ട് അയച്ചു കൊടുത്ത് കൺഫർമേഷൻ മേടിക്കാതിരിക്കുക, അത് വേറൊരു കാര്യം. എപ്പോഴും ഒരു വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ പോലും നിങ്ങൾ ഉറപ്പായിട്ടും അതൊരു മെയിൽ ആയിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം മെയിൽ ഈസ് ഓൾവേസ് എ പ്രൂഫ് ഓഫ് ഡോക്യുമെൻറ്റ് വാട്ട് യു ഹാവ് എഗ്രീഡ് ടു ദ ക്ലയൻറ്റ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ചില സമയത്ത് തോന്നിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് വിളിക്കുന്ന സമയത്ത്, എനിക്കിപ്പോൾ റീസെൻ്റ്ലി തോന്നിയൊരു കാര്യമാണ്, ദിസ് ഈസ് നോട്ട് മൈ ക്ലയൻറ്റ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു ക്ലയൻറ്റ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കത് നോ എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്ന സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ജീസിന് വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇത് എൻ്റെ വേ ഓഫ് പിക്ചേഴ്സ് അല്ല അവരുടെ ടേസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സിങ്ക് ആവാതെ വന്നിട്ട് നോ പറഞ്ഞ എന്തെങ്കിലും വെഡിങ് ഉണ്ടോ? അവരോട് അങ്ങനെ ഡയറക്റ്റ് നോ പറയാൻ എനിക്ക് അത്രയും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം ചില ഗസ്റ്റ് കൗണ്ടൊക്കെ 5,000+ ഗസ്റ്റ് കൗണ്ടൊക്കെ വന്നിട്ടുള്ള വെഡ്ഡിങ്സ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം എൻ്റെ ഒരു ഞാൻ ഫസ്റ്റ് ക്ലയൻറ്റ് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലൊരു ഫോം ഫില്ല് ചെയ്യലുണ്ട്, ഫസ്റ്റ് ഫോം ഫില്ല് ചെയ്യലുണ്ട്. ആ ഫോം ഗൂഗിൾ ഫോം പോലെ തന്നെ ഞാൻ സ്റ്റുഡിയോ നിഞ്ച എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണേ. പെയ്ഡാണ് സ്റ്റുഡിയോ നിഞ്ച. അപ്പം അതും പെയ്ഡാണ്. അപ്പോൾ ആ ഫോമിലുള്ളതിൽ ക്ലയൻറ്റിൻ്റെ നെയിം, ബേസിക് കുറച്ച് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ഇവൻറ്റ്, വെന്യൂ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ലൊക്കേഷൻ, കുറച്ച് കാര്യങ്ങൾ, പിന്നെ ജസ്റ്റ് അവരെ കുറിച്ചൊരു സ്റ്റോറി പോലെ, യുവർ സ്റ്റോറി പോലെ മനസ്സിലായി. അവരോടും ജസ്റ്റ് നിങ്ങളുടെ സ്റ്റോറി ചോദിക്കാറുണ്ട്. അത് എല്ലാവരും ഫില്ല് ചെയ്യണമെന്നില്ല, എന്നാൽ ഫില്ല് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഈ ഫില്ല് ചെയ്യുന്നത് ഇത് അവർക്ക് ചിലപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ പ്രോസസ്സ് ആയിരിക്കാം. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ചില വേർഡ്സ് മാത്രം മതിയാവും. അവരുടെ ആ ഒരു ചെറിയ സ്റ്റോറി കേൾക്കുമ്പം എനിക്ക് പലപ്പോഴും പല വെഡ്ഡിങ് ഞാൻ സ്റ്റോറി കേട്ട് ഭയങ്കര അട്രാക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഈ വെഡ്ഡിങ് കിട്ടിയായിരുന്നെങ്കിൽ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്ത കുറേ വെഡ്ഡിങ്സ് ഭയങ്കര ഇന്റർകാസ്റ്റിൻ്റെയും അങ്ങനത്തെ വെഡ്ഡിങ്സ്. ആ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇന്റർകാസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് ഞാൻ പറയണം കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇപ്പോൾ ഒരു ആവറേജ് എടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 40 to 50 വെഡ്ഡിങ്സ്, അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഒരു മാക്സിമം വെഡ്ഡിങ്സ് വന്നത്. ഒരു 40 to 50 വെഡ്ഡിങ്സ് മാത്രം ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ വർഷം. അതിനകത്ത് ഓൾമോസ്റ്റ് എടുത്തേക്കുന്ന ഒരു ഓൾമോസ്റ്റ് 30 to 36 വെഡ്ഡിങ്സ് എല്ലാം ഇൻ്റർകാസ്റ്റാണ്. ഈ അടുത്ത് വന്നേക്കുന്ന എല്ലാ വെഡ്ഡിങ്സും ഇൻ്റർകാസ്റ്റ് മാരേജാണ്. കാരണം ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ടൈമിലൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിക്ക് മുന്നാണെങ്കിലും. ഇപ്പോൾ ജീസിൻ്റെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഏത് വർഷമായിരുന്നു? 15. എൻ്റെ 10 ആയിരുന്നു തോന്നുന്നു. ഓക്കെ, ആ ഒരു ടൈമിൽ നമുക്ക് ഇൻ്റർകാസ്റ്റ് വെഡ്ഡിങ്സ് ഒന്നും ആലോചിക്കാൻ പറ്റില്ല.
അപ്പോൾ ഈ അടുത്ത് വന്ന വെഡ്ഡിങ്സ് എല്ലാ വെഡ്ഡിങ്സും ഇന്റർകാസ്റ്റ് വെഡ്ഡിങ്സ് ഞാൻ വെഡ്ഡിങ്. ഈ ഇയർ ചെയ്തതിൽ ഒരു 90% ഓഫ് വെഡിങ്സ് ഇന്റർകാസ്റ്റ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൾക്കാര് ഫീൽ ഹാപ്പി ദാറ്റ് പീപ്പിൾ ആർ ചേഞ്ചിങ്, യെസ് ഓഫ് കോഴ്സ് പാരന്റ്സ് ചേഞ്ച് ചെയ്യുക. പേരൻസ് ചേഞ്ച് ചെയ്യണം, എല്ലാവരും ചേഞ്ച് ആയി വരുന്നുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ക്വസ്റ്റനിൽ തന്നെ ഹൗ യു ഗൈസ് മെറ്റ് എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിലാണെങ്കിൽ പോലും ഒത്തിരി പേര് ഡേറ്റിംഗ് ആപ്പിലൂടെയും അങ്ങനെയൊക്കെ ഓക്കെ. ഐ മീൻ കുറച്ചുകൂടെ അറിഞ്ഞ് കുറെ പേർക്ക് എനിക്ക് ഐ മീൻ ഈ സാധനം അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് കേൾക്കുമ്പോൾ എന്തോ പോലെ ആണെങ്കിൽ പോലും പക്ഷേ അറ്റ്ലീസ്റ്റ് ആൾക്കാർ കുറച്ചുകൂടെ അറിഞ്ഞിട്ട് കല്യാണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റം എനിക്ക് തോന്നുന്നത് ആക്ച്വലി നല്ലൊരു മാറ്റങ്ങളായിട്ടാണ് തോന്നുന്നത്. കുറച്ചുകൂടെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു തുടങ്ങി തോന്നുന്നു. അതെ അതെ അതെ, കുറെ ലവ് മാരേജസ് കുറച്ചുകൂടി കൂടട്ടെ. കാരണം കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. കാരണം ഹാവ് യു സെഡ് നോ ടു എനി ക്ലയൻസ് വിച്ച് യു ഫീൽ ലൈക്ക് ചോദിച്ചതിന് ആക്ച്വലി ഞാൻ ആൻസർ പറഞ്ഞില്ല. അപ്പോൾ ഈ ക്വസ്റ്റനറിൽ ഇങ്ങനത്തെ മനസ്സിലാവും. ഐ മീൻ ആ ക്വസ്റ്റനറിൽ എനിക്ക് കുറച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ചില വെന്യൂസും അവിടെ ഒരു 10,000 അല്ലെങ്കിൽ 5,000 പ്ലസ് ആൾക്കാരെ ഇവിടെ വെഡ്ഡിങ് ആണെന്ന് നമ്മൾ കേൾക്കുമ്പം എനിക്ക് മനസ്സിലാവും നമുക്കത് പറ്റില്ല. ഐ മീൻ എന്നെ കൊണ്ട് പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, നല്ല ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും നോ പറയാതെ ചിലപ്പോൾ ഞാൻ പറയും എനിക്ക് ഡേറ്റ് അവൈലബിൾ അല്ല എന്ന്. അതെ, ഐ മീൻ നമുക്ക് അവരും നമ്മളെ ആഗ്രഹിച്ച് വന്ന ആൾക്കാര്. അപ്പം ഞാൻ എന്താണെങ്കിലും അങ്ങനെ ഒരു വെഡിങ് ഒരു ദിവസം ഷൂട്ട് ചെയ്യാറുള്ളൂ. മൾട്ടിപ്പിൾ വെഡിങ്സ് എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു അത് തന്നെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, നല്ല ഐ മീൻ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ബ്രാൻഡ് ഒരു വെഡിങ് മന്ത്ലി 5 വെഡിങ്സ് ഷൂട്ട് ചെയ്യണുള്ളൂ. ഓക്കെ, കാരണം കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും ഓരോ വെഡിങ്സിന്. അങ്ങനെയാണ്. കുറെ മിനിമൽ വെഡിങ്സ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഒരു ഇതുള്ളത് ഈ വെഡ്ഡിങ് സ്റ്റോറി. ഇപ്പോൾ കുറേ വെഡ്ഡിങ്സ് ഉണ്ട്, ഇഷ്ടംപോലെ വെഡ്ഡിങ്സ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതെല്ലാം എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുള്ളത് എല്ലാം ഓരോ ടൈപ്പിലുള്ള വെഡ്ഡിങ്സ് ആവുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ ഉണ്ട് ഇപ്പോൾ നിലവിൽ. പണ്ട് ഉണ്ടായിരുന്നില്ല. പണ്ട് എനിക്ക് തോന്നുന്ന ഒരു മ്യൂസിക് വീഡിയോ പോലെയായിരുന്നു. അവരൊരു ഫുട്ടേജ് ഷൂട്ട് ചെയ്യുക, ഒരു ഫിലിം സോങ് ഇട്ട് കൊടുക്കുക, അതൊരു മ്യൂസിക് വീഡിയോ പോലെയായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ കുറേയൊക്കെ സ്റ്റോറി ടെല്ലിംഗ് പാറ്റേണിലേക്ക് വന്നു തുടങ്ങി. ബിക്കോസ് വി ആർ ലുക്കിംഗ് ഇൻ ടു അബ്രോഡുള്ള കുറേ വെഡ്ഡിങ്സ് അല്ലെങ്കിൽ പുറത്തുള്ള വെഡ്ഡിങ്സ് കണ്ടു തുടങ്ങി ഇപ്പോൾ. എസ്പെഷ്യലി വെഡ്ഡിങ് ഫിൽമേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അവരായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ഉണ്ടാക്കി തന്നത്, സ്റ്റോറി പറയിപ്പിക്കുക എന്നുള്ളത്, കപ്പിളിൻ്റെ സ്റ്റോറി പറയിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലയൻസിൻ്റെ അടുത്തും നമ്മൾ ഒരേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും പാടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ഈ അടുത്തൊരു വെഡ്ഡിങ് നടന്നതിൽ നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് ആണെങ്കിലും അവർ ഒരു ടിപ്പിക്കൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് എല്ലാ ക്ലയൻസിനോടും ചോദിക്കുന്ന ഒരു ഇത് ഞാൻ കണ്ടു. അപ്പം ഞാൻ മനസ്സിലാക്കി അത് അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമല്ല. അത് ഓരോ ബേസ്ഡ് അല്ല ആക്ച്വലി. ഇത് എല്ലാ വെഡ്ഡിങ്ങും യൂണിക്കാണ്. ഐ മീൻ നമുക്കിതിനൊരു എൻ്റെ ഐ മീൻ നമ്മുടെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ക്യാപ്ഷൻ റോ ഇമോഷൻസ് ആൻഡ് പ്യുവർ ലവ് എന്നാണ്. ക്യാപ്ചറിങ് റോ ഇമോഷൻസ് ആൻഡ് പ്യുവർ ലവ് എന്നാണ് ആക്ച്വലി ക്യാപ്ഷൻ. അപ്പം അത് ക്യാപ്ഷൻ ആക്കിയത് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് റോ സാധനത്തിന് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫി ടൈം പറയുവാണെങ്കിൽ ഈ അപ്പറേച്ചർ 1.8 എടുക്കണേക്കാളും എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഒരു 2.8 താഴത്തേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 35 അല്ലെങ്കിൽ ഒരു 50 ഫ്രെയിംസിലുള്ള സാധനങ്ങൾക്ക് ഒരു 10 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവണം. അതിൽ ഒരു കുറച്ചുകൂടെ ഡോക്യുമെന്ററി ബേസിലാണ് ഞാൻ പോകുന്നത്. എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതായത് ആ ഫ്രെയിമിലുള്ള സാധനങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെതായ ഭംഗിക്കുറവോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആഫ്റ്റർ ഒരു 10 ഇയർ കഴിയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. സാധനം മനസ്സിലാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ലേയേഴ്സ് ഓഫ് പീപ്പിൾ ഹു ആർ ദേർ ഇൻ ദി ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഐ മീൻ ഞങ്ങൾ ഈ ഒരു കുറച്ച് ഫുൾ ഡോക്യുമെന്ററി വീഡിയോയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ ഡോക്യുമെന്ററി വീഡിയോ എന്താ പറയാ, അതിന് ഒരു വാല്യൂ ഉണ്ട്. അത് ഇപ്പോഴും നമുക്ക് അറിയുമോന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഞാൻ പലപ്പോഴും കുറേ കപ്പിളിൽ നിന്ന് കേട്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറേയൊക്കെ അവർ എനിക്ക് തോന്നുന്നു ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഞാൻ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരെ ഒന്നും ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്, അവരെ ഒന്നും ആ ഹൈലൈറ്റ്സിൽ കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കപ്പിൾ പേരുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ മേ ബി ആ ഒരു വാല്യൂ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. മേ ബി ഇവരുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 10 years കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങും. കാരണം ഇവരെയൊക്കെ ഇവരെയൊക്കെ ചലിക്കുന്ന ചിത്രങ്ങളായിട്ട് കാണാൻ പറ്റുന്നതൊക്കെ അപ്പോഴായിരിക്കും അത് ഈ വീഡിയോസിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ വീഡിയോസിൽ നിന്ന് അവരെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ വീഡിയോസിൽ പറയുള്ളൂ ഇവരെ കാണാൻ പറ്റുന്നതും ഇവർ ചലിക്കുന്ന കാര്യങ്ങൾ, ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളിലും ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവരും കുറച്ചുകൂടെ ലാംഗ്വേജിലും പിന്നെ കുറച്ച് യൂട്യൂബിൽ നമ്മുടെ ചേഞ്ചസിനെ കുറിച്ചൊക്കെ ടെക്നിക്കലി എല്ലാവരും ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ്. ഇത്രയും പേര് പോയി ട്രാവൽ ചെയ്ത് നമ്മൾ ഇൻഡസ്ട്രി തുടങ്ങിയ സമയത്തൊന്നും നമ്മൾ നമ്മുടെ ലൊക്കാലിറ്റിയിൽ മാത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് മാറി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കേരളത്തിൽ മാത്രമേ ഷൂട്ട് ചെയ്യേണ്ടിരുന്ന ആ സാധനത്തിൽ നിന്ന് മാറി നമ്മൾ ഓർക്കുട്ടി തുടങ്ങി ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോട്ട് വന്നപ്പം നമ്മുടെ സാധനം പാൻ ഇന്ത്യയിലോട്ട് എത്തി, വെഡിങ് ഇൻഡസ്ട്രി. ആ വെഡിങ് ഇൻഡസ്ട്രിയിൽ ഇത്രയും എത്തിയത് കേരളത്തിലുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ആക്ച്വലി. ഓൾമോസ്റ്റ് എനിക്ക് ഈവൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് ഓൺ ദ ക്ലൗഡ്സ് എന്ന് പറഞ്ഞൊരു വെഡിങ് കമ്പനിയുടെ വൺ ഓഫ് ദ ടോപ്പ് ലീഡിങ് കമ്പനി ഇൻ ഇന്ത്യ, അവിടെ വർക്ക് ചെയ്യുന്ന എഡിറ്റേഴ്സ് അടക്കം മലയാളീസാണ്. യെസ് അല്ലേ? അതിൽ ഭയങ്കര അഭിമാനം മലയാളീസാണ് അവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളീസ് എല്ലായിടത്തും ഉണ്ട്. ഇതേപോലെ എല്ലാ ലീഡിങ് വെഡിങ് ഫിലിമേഴ്സ് ഞാൻ ടീമിൽ വർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വെഡിങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. കാരണം അതൊക്കെ നമ്മുടെ വാല്യൂ അവർ ശരിക്കും മനസ്സിലാക്കി എന്നുള്ളതാണ്. അതിലും മലയാളീസും ഉണ്ട് ആക്ച്വലി. ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഒരു ഭൂരിഭാഗം നോക്കിക്കഴിഞ്ഞാൽ മലയാളീസാണ്. അത് വെഡിങ് ഫിൽമേഴ്സിലാണെങ്കിലും ശരി, ഹൗസ് ഓൺ ദ ക്ലൗഡ്സ് ആണെങ്കിലും ശരി, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഓംബ്രയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഓംബ്രെ വെഡിങ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ വി ഹാവ് ദ വെഡിങ് സ്റ്റോറി, അതിനകത്ത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പിള്ളേർ തന്നെ മലയാളി. നമ്മുടെ ആൾക്കാർ ഈ ലിമിറ്റഡ് സോഴ്സ് വെച്ചിട്ട് ഒത്തിരി ഔട്ട്പുട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്. അതായത് ഇപ്പം നമ്മൾ വേറെ ടീമിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഷൂട്ട് അവരെ പല പ്രൊജക്റ്റ് നമ്മൾ കണ്ടപ്പോഴും അവരെല്ലാവരും ക്രൂവിൻ്റെ എണ്ണത്തിൽ കൂടുതലോ അല്ലെങ്കിൽ അവർക്കൊരു പർട്ടിക്കുലർ ലെൻസ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് മാത്രം ഷൂട്ട് ചെയ്താൽ മതി ആക്ച്വലി. അത് അവരുടെ വർക്ക് ഫ്ലോ ഈസി ആക്കാനായിരിക്കും. അവർക്ക് അത് ഈസി ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഈസി ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടായിരിക്കും, പ്രോപ്പർ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫറൊക്കെ ഇടുന്ന എഫേർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂടുതൽ ആക്ച്വലി. ആ ആളൊരു മിനിമം ഒരു 3-4 ലെൻസ് ഒരാളുടെ ബോഡി തന്നെ അറ്റാച്ച്ഡ് ആയിരിക്കും നമ്മുടെ ലെൻസ് ബാഗിൽ. ആ ഒരാൾ അത്രയും ലെൻസസ് ചേഞ്ച് ചെയ്തിട്ടാണ് ഒരു ഷൂട്ട് ചെയ്യുന്നത്. അപ്പം പക്ഷെ നമ്മൾ ഇച്ചിരി വലിയ ടീമുകളെ കണ്ടപ്പം വർക്ക് ചെയ്തപ്പോഴൊക്കെ അവർ എല്ലാവരും ഓരോരുത്തർ അസൈൻ ചെയ്തേക്കുക അപ്പം അവരെ അസൈൻ ചെയ്തേക്കുവാണ് ഇന്ന ലെൻസ് മാത്രം ഷൂട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വലിയ വെഡിങ്ങിൻ്റെ യൂട്യൂബ് വീഡിയോസ്, വെഡിങ് ഫിലിമിൻ്റെ ഒരു വീഡിയോയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എൻട്രി ആണെങ്കിൽ ഇപ്പോൾ ബുംറയുടെ വെഡിങ്ങിൻ്റെ അല്ലെങ്കിൽ എല്ലാ സെലിബ്രിറ്റി വെഡിങ്ങും അവരെ ചെയ്യണം. അപ്പം എൻട്രി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ നിന്ന് ബ്രൈഡിനെ സജഷൻ വെച്ചിട്ടൊരു ഷോട്ട്, കാലെടുത്ത് വയ്ക്കുന്ന ഷോട്ട്, ഫ്രണ്ട് ഇവിടെ നടന്നു വരുന്നത് ടോപ്പ് ആംഗിൾ, ഇത്രയും സാധനങ്ങൾ അവർക്ക് ആ ഒരു ലെൻസുകൾ മാത്രം ഷൂട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോഗ്രാഫർ തന്നെ ആയിരിക്കും അവിടെ നിന്ന് ഗിംബലിൽ വന്നിട്ട് നേരെ ഷൂട്ട് അവിടെ നിന്ന് സജഷൻ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു സാധനം, ആ ഒരു ക്വിക്നെസ്സും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് നമ്മുടെ ആൾക്കാർ. ഓഫ് കോഴ്സ് ആ ഒരു സാധനം നല്ലതാണ്. നമ്മുടെ ഇൻഡസ്ട്രി അടിപൊളിയായിട്ട് വളരട്ടെ. അതിനൊപ്പം തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സൊക്കെ കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഈ സാധനങ്ങൾ. അതേപോലെ ഈ ലെൻസ്, ക്യാമറാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ചൊക്കെ നമുക്ക് ലാംഗ്വേജിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രാഷ് കോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ശരി, ഓഫ്ലൈൻ ആണെങ്കിലും ശരി ഒന്ന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഇഫ് യു റിയലി വോണ്ട് ടു ഗ്രോ, അത് ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, ഇഫ് യു റിയലി വോണ്ട് ടു ഗ്രോ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് അറ്റൻഡ് സം ക്രാഷ് കോഴ്സ്. ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ലാംഗ്വേജ്, നമ്മുടെ അറ്റയർ എല്ലാം ഭയങ്കര അതിലൊക്കെ ഇപ്പം മാറി തുടങ്ങി, പണ്ടത്തേക്കാളും ഒരുപാട് മാറി തുടങ്ങി. ഓഫ് കോഴ്സ് നല്ല ചേഞ്ച് ഉണ്ട്. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രസ്സിങ്, ഈവൻ അസിസ്റ്റൻസ് ആണെങ്കിലും ശരി, അവരെല്ലാവരും നല്ല രീതിയിൽ അടിപൊളി അടിപൊളി അക്കാര്യത്തിൽ ഭയങ്കര നൈസ് ഗ്രോത്ത് ആണ് നമ്മുടെ. അതെ. വേറൊരു ഇപ്പോൾ ഒരു കൺസേൺ ആണോ എന്ന് വെച്ചാൽ എനിക്ക് കൺസേൺ ആണോ എന്ന് അറിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ അടുത്തൊരു റീലിൽ സംസാരിക്കുന്ന കേട്ടത്, ഫോട്ടോഗ്രാഫി ടീമിനെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എത്ര പേര് ഫങ്ഷന് വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണോ, പിന്നെ മെയിൻലി വേറൊരു ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഫുഡിൻ്റെ സെക്ഷൻ കവർ ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടും എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. അതായത് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് മിക്ക ക്ലയൻറ്റും പറയാനുണ്ട്, ഫുഡിൻ്റെ സെക്ഷൻ ഇപ്പോഴും ചോദിക്കുന്നുണ്ടത്. എനിക്ക് പണ്ട് കാലത്ത് അത് സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നെന്ന് തോന്നുന്നു അല്ലേ, ഫുഡ് കഴിക്കുന്ന വീഡിയോസ്. അതിലൂടെ നമുക്ക് എത്ര പേര് വന്നു എന്നറിയാം, മനസ്സിലായി. ഇപ്പോൾ അത് കുറേയൊക്കെ കപ്പിളെല്ലാം ചോദിക്കാറില്ല. ഇപ്പോൾ കുറേ കപ്പിളൊന്നും ചോദിക്കാറില്ല, ഫുഡിൻ്റെ സെക്ഷൻ വേണ്ട കേട്ടാന്ന് പറയാറുള്ളൂ. പക്ഷെ എന്നാലും ഫുഡിൻ്റെ സ്പെഷ്യലി ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്ന കപ്പിൾ ഇപ്പോഴും ഉണ്ട്. അതായത് ഭക്ഷണം കഴിക്കുന്ന സെക്ഷൻ കവർ ചെയ്യണം എന്നുള്ളത്. അതിനെന്തെങ്കിലും ഒരു എന്താണ് ജീസിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഈ നമ്മുടെ കപ്പിളാണല്ലോ നമ്മുടെ കസ്റ്റമേഴ്സിന് കുറേ കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രോപ്പർ സാധനം അറിയില്ലാത്തതുകൊണ്ടാണോ എന്താണോ ഇങ്ങനെ ഒരു പാറ്റേൺ, അതായത് പണ്ട് തൊട്ടേ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ആക്ച്വലി. അപ്പം അവരും കുറച്ചുകൂടെ നമ്മളെ അറിഞ്ഞിട്ട് തന്നെ ചൂസ് ചെയ്താൽ മതി ആക്ച്വലി. അപ്പോൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിലും അല്ലെങ്കിൽ ആദ്യത്തെ കോൺവെർസേഷനിലൊക്കെ ഇത് ഭയങ്കര നല്ലതാണ്. അവർക്ക് ഭയങ്കര കുറച്ചുകൂടി നാരോ ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പം ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ കൂടെ തന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു കോൺവെർസേഷനിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മുടെ പ്രോപ്പർ ടൈമിങ്. എന്നുവെച്ചാൽ നമ്മൾ ഫോട്ടോഗ്രാഫീസ് ഒരിക്കലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഫോട്ടോഗ്രാഫർ ടൈം തെറ്റിച്ച് അവിടെ അവർ നേരത്തെ ടൈം കൂട്ടി പറയും. അല്ലെങ്കിൽ അതൊരു തെറ്റാണെന്ന് അറിയില്ല. വെച്ചാൽ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻസ് പൊതുവെ ടൈം കുറച്ച് അങ്ങോട്ട് മാറാറുണ്ട്. പക്ഷേ നമ്മൾ വർക്കിൻ്റെ കാര്യത്തിൽ ഇതുവരെയും അങ്ങനെ ഇപ്പം നമ്മുടെ ക്രൂവിനോടാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു 15 minutes ഒക്കെ കയറ്റി പറയാറുണ്ട്. പക്ഷേ നമ്മൾ വന്നിട്ട് നമ്മുടെ എക്യുപ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ട് അതിനൊരു ടൈം ഉണ്ട് ആക്ച്വലി. ഞാൻ ഫോളോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 week മുമ്പ് ക്ലയൻറ്റായിട്ടൊരു കോൺവെർസേഷൻ വെക്കും, ഒരു കോളോടെ ഇരിക്കും. ആ കോളിൽ ബ്രൈഡും ഗ്രൂമും എന്താണെങ്കിലും ഒരു കമ്പൽസറി പോലെ നമ്മൾ പറയും, എന്താണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കോളിൽ വരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്. അവരത്രയും എല്ലാ ഇമ്പോർട്ടൻസും കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്തും എല്ലാ രീതിയിലുമാണ് അവർ ആ ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു 15 minutes നമുക്ക് വേണ്ടി ഒരു കോളിൽ ഇരിക്കണം എന്ന് പറയാറുണ്ട്. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിക്കുക. അതായത് എപ്പോഴായിരിക്കും മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യണേ, നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പം എക്സാമ്പിൾ ഒരു ചർച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടെമ്പിളിൽ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ നടക്കണേ ആ ഒരു വെന്യൂലോട്ട് എപ്പോഴാണ് നമ്മൾ പോകുന്നത്, അവിടെ എപ്പോഴാണ് ടൈം, അവിടെ ഐഡിയ ഉണ്ടാക്കും. അതിന് വെച്ചിട്ടൊരു ഒരു PDF അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ എന്താണെങ്കിലും ക്രിയേറ്റ് ചെയ്യും. ആ ഒരു എന്താ പറയുക, ആ PDF നമുക്ക് ഭയങ്കര ഈസി ആക്കും. അതായത് നമ്മളൊരു ഡൂ ലിസ്റ്റ് പോലെ തന്നെ ആ സെയിം സാധനം നമ്മൾ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കും. അതായത് ഇതാണ് നമ്മുടെ ക്രൂ ഇന്ന സമയത്തായിരിക്കും എത്തുന്നത്, ഇന്ന ഷൂട്ടായിരിക്കും, കപ്പിൾ പോർട്രേറ്റ്സ് അല്ലെങ്കിൽ സിംഗിൾ പോർട്രേറ്റ്സിന് ഇത്ര സമയം വേണം. ഈ സാധനങ്ങൾ ക്ലയൻറ്റിനും ആക്ച്വലി അവർക്ക് അറിയില്ല. അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല. ഐ മീൻ അവരുടെ ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെ അവരുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ട ഒരു പരിചയം മാത്രമേ അവർക്കുള്ളൂ. അപ്പം അവർക്കും ഇതിൻ്റെ ഒരു പ്രോപ്പർ ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സൈഡിൽ നിന്നും അങ്ങനെ അതാണ് അത് ആക്ച്വലി. പക്ഷെ എന്നാൽ നമുക്ക് എല്ലാവരും പോയി പഠിപ്പിക്കാൻ പറ്റില്ല ആക്ച്വലി. അപ്പം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു കോൺവെർസേഷനിൽ നിന്നായിരിക്കും അവർ പറയുമ്പോൾ അവർ ഇപ്പം ഇന്ന ടൈമിൽ ഇറങ്ങുമെന്ന് പറയുമ്പം നമുക്ക് ഇത്രയും വെഡ്ഡിങ്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഭയങ്കര ഈസിയാണ്. എന്താ പറയുക, ശരിക്കും നിങ്ങളൊരു 15 minutes മുമ്പ് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ 15 minutes കൂടി വേണം നമുക്ക് ഷൂട്ടിന്, ഫാമിലി പോർട്രേറ്റ്സ് ഇന്ന സമയത്ത് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് അവർക്കൊരു ഇൻപുട്ട് പോലെ കൊടുക്കാറുണ്ട്. ആ ഒരു കോൺവെർസേഷൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അവിടെ നിന്നാണ് ഐ മീൻ എന്താ പറയുക, ഈ ഡൂ ലിസ്റ്റോ അല്ലെങ്കിൽ ടൈം ലൈൻ ഷീറ്റ് അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഇതെങ്ങനെ വേണമെങ്കിലും എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതായത് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, വാട്സപ്പിലോ ഷീറ്റിലോ അല്ലെങ്കിൽ PDF-ലോ. അത് ഒരു സാധനം ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് എല്ലാ വെഡിങ്ങിലും തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം.
അതെ, എനിക്ക് തോന്നുന്നത് അത് എല്ലാ ടീമും അത് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഈ ക്ലയൻറ്റിനും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും ആക്ച്വലി. അവരും ഒത്തിരി കാര്യങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഭയങ്കര ഒരു ഭയങ്കര ഹെൽപ്പായിട്ടുള്ള സാധനം ആക്ച്വലി ടൈം ലൈൻ. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ ഈ ടൈം ലൈൻ പോലെയുള്ള ആ കോളിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട് നമ്മുടെ കൂടെ എത്ര പേര് ഷൂട്ടിന് വരാറുണ്ട്. ഇപ്പോൾ ഒരു 200 ബിലോ ഗസ്റ്റ് കൗണ്ടുള്ള വെഡിങ് ആണെങ്കിൽ ഒരിക്കലും ഞാൻ അസിസ്റ്റൻസിനെ കൂടെ വിളിക്കാറില്ല. 2 ഫോട്ടോഗ്രാഫർ 2 വീഡിയോഗ്രാഫർ ആണ് നമ്മുടെ ക്രൂ എന്നുണ്ടെങ്കിൽ ആ ക്രൂ മാത്രമേ സ്റ്റിക്ക് ഓൺ ചെയ്യാറുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചെറിയ വെഡ്ഡിങ് ആണ് നമുക്ക്. പിന്നെ നമ്മുടെ ഒരു ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പം നമ്മൾ 4 ക്രൂ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെ നിന്ന് ഷൂട്ട് ചെയ്യണം. അതാരും നമുക്കൊരു പ്രോസസ്സ് അറിയാമല്ലോ ആക്ച്വലി. അപ്പം ആ ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയാറുണ്ട്, എത്ര പേര് നമ്മളവിടെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ക്രൂവിന് വേണ്ട ഫുഡ് ആ വെന്യൂന്ന് തന്നെ വേണം. അത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. അത് 100% എല്ലാവരും നമുക്ക് അതിലൊരു കുറവോ അല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ഇൻഫോം ചെയ്യുന്നത് നല്ലതാണ് ആക്ച്വലി. അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫുഡിൻ്റെ സെക്ഷൻ നമ്മൾ ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബിഫോർ ദ വെഡ്ഡിങ് നമ്മളെ ഈ കോളിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളത് എന്നാൽ പോലും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഒരു ജസ്റ്റ് ഇപ്പോൾ ഒരു നല്ല സ്ഥലത്ത് ഐ മീൻ നമ്മുടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു നമ്മുടെ ഫോട്ടോഗ്രാഫി സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു വൈഡ് ഫോട്ടോ നമ്മൾ എന്താണെങ്കിലും എടുത്ത് വെക്കും. പക്ഷേ എല്ലാവരും അടുത്തേക്ക് പോയി ക്ലോസ് എടുത്ത് വെക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് പറയുക അത് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട. ഇപ്പം നമ്മളത് എടുക്കില്ല എന്ന് പറയാൻ നമുക്ക് എടുക്കില്ല എന്ന് അങ്ങനെ ഒരിക്കലും പറയേണ്ട കാര്യമില്ല. പക്ഷേ അതൊരു പ്രൈവസി ആക്ച്വലി. നമ്മളൊരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം പോയി ഫോട്ടോ എടുക്കുന്നത് ഓഫ് കോഴ്സ് ഗസ്റ്റിന് അത് ഓക്വേർഡ് ആണത്. പക്ഷേ എന്നാൽ ഒരു ബ്രൈഡും ഗ്രൂമും ഇമ്മീഡിയറ്റ് ഫാമിലി ഇരുന്ന് ഒരു പ്രോപ്പർ ടേബിൾ സെറ്റ് ചെയ്ത് ഒരു ലഞ്ചാണ് ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ സാധനമാണ്. അതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിൽ കപ്പിളിനോടും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ഇങ്ങോട്ടും നമ്മളെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷേ എന്നാൽ നമുക്ക് ഇങ്ങനെ പോയി ഓരോരുത്തരുടെ അടുത്ത് പോയി എടുക്കാൻ അത്ര താല്പര്യമില്ലാത്ത പരിപാടിയാണ്. അതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യാന്നുള്ള ഇത് മാത്രമല്ല. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ കോൺട്രാക്റ്റിൽ നമ്മൾ മെൻഷൻ ചെയ്താൽ മതി ആക്ച്വലി. അല്ല, ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ടീം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഈ ടീം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അല്ലാതെ ഒരു ഗസ്റ്റ് എത്ര പേര് വന്നു അല്ലെങ്കിൽ എത്ര പേര് വന്നു പോയി എന്നറിയാനുള്ളൊരു ഒരു 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 ഇതല്ല ശരിക്കും ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതിന് നമ്മുടെ അന്നത്തെ ദിവസത്തെ കഥ പറയാൻ അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം നല്ല മൊമെൻറ്റ്സുകൾ ഷൂട്ട് ചെയ്യാനുള്ളൊരു മെറ്റീരിയൽ മാത്രമാണ് ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്നുള്ള സംഭവങ്ങൾ. അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അതായത് ബ്രൈഡും ഗ്രൂമും അല്ലെങ്കിൽ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ ബ്രൈഡ് സെഷൻ, അവർ മേക്കപ്പിനൊരു ടൈം കൊടുക്കുന്നുണ്ട്. അതായത് എൻ്റെ അടുത്ത് മിക്കപ്പോഴും ബ്രൈഡ് പറയാറുണ്ട്, അല്ലെങ്കിൽ ചേട്ടാ ഒരു 6 to അല്ലെങ്കിൽ മോർണിംഗ് 4 to 7:30 വരെ മേക്കപ്പാണ് എൻ്റെ. ഓക്കെ, 7:30 വരെ മേക്കപ്പ് ടൈമാണ്. നമുക്ക് 8 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാനിപ്പോൾ ഈയിടെയായിട്ട് മിക്കപ്പോഴും എടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്കപ്പിനൊരു ടൈം കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം നിങ്ങൾ ആ ഫോട്ടോഗ്രാഫിക്ക് ഇത്ര ഒരു ടൈം എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് 7:30 വരെ മേക്കപ്പ്, അത് കഴിഞ്ഞിട്ട് 8:30 8:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ ആ ഫോട്ടോഗ്രാഫിക്ക് ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ടൈം സ്കെയിൽ ഒരു ടൈം ലൈൻ അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ബട്ട് അവർക്ക് നല്ല ഫോട്ടോസ് വേണം, എന്തായാലും നല്ല ഫോട്ടോസ് വേണം. പക്ഷേ അതിനുള്ള ടൈം അവർ കാണുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു ടൈം ലൈനിൽ നമ്മുടെ ഫോട്ടോഗ്രാഫി ടീമിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ ഇത്രയും ഏതൊരു ക്ലയൻ്റ് ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഹെവി ബഡ്ജറ്റ് കൊടുത്തിട്ടാണ് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫിനെ ഹയർ ചെയ്യണത്. എന്നിട്ട് പോലും ആ ഫോട്ടോഗ്രാഫി ടീമിനൊരു ടൈം കൊടുക്കാത്തത് വളരെ നിങ്ങളത് ടൈം ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, നിങ്ങൾ എന്താണ് നമ്മളെ ചൂസ് ചെയ്യുമ്പം കുറേ പൈസ മുടക്കി അല്ലെങ്കിൽ നിങ്ങൾ പല ടീമുകളിൽ നിന്നും ചൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മളെ ഫൈനലി കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ബെസ്റ്റ് മാക്സിമം യൂസ് ചെയ്യുക നമ്മളെ ആക്ച്വലി. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഇന്നേ വരെ
നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ആരും ഞാൻ കണ്ടിട്ടില്ല 5 മണിയായി ഞങ്ങൾ നിർത്തുവാന്ന് പറഞ്ഞിട്ട് ഫോണ് കണ്ടിട്ടില്ല. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴും ഒരു ഫോട്ടോ കൂടെ അല്ലെങ്കിൽ മാക്സിമം കവർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ബെസ്റ്റ് കൊടുക്കുക. എനിക്ക് ഒരു ഫോട്ടോഗ്രാഫേഴ്സും എനിക്ക് തോന്നുന്നില്ല മോശം, അതായത് ഒരു ഫോട്ടോഗ്രാഫറും മോശം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോഗ്രാഫറും ശ്രമിക്കാറില്ല. എല്ലാവരും നല്ല ഫോട്ടോസ് എടുക്കാനേ ശ്രമിക്കാറുള്ളൂ. പക്ഷേ അതിന് അതിൻ്റെതായ ടൈം വേണം, നല്ല എല്ലാ ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എല്ലാ ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലരിപ്പോൾ ഇതേപോലെ നേരത്തെ പറഞ്ഞു വരാൻ വന്നൊരു പോയിന്റ് ഇതാണ്. അതായത് പിൻട്രസ്റ്റിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ളൊരു റെഫറൻസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ എനിക്ക് വേണം എന്ന് പറയുന്ന പല ക്ലയൻസുകളുണ്ട്. അതായത് എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി. അതങ്ങനെ ഒരു കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ എല്ലാവരോടും റെഫറൻസ് അയക്കാൻ പറയാറുണ്ട് ആക്ച്വലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഇഷ്ടം ഒന്ന് ബേസിക്കായിട്ടൊന്ന് അറിയാൻ വേണ്ടി അവരെ ഒന്ന് ക്രാക്ക് ചെയ്യുക എന്നുള്ള സാധനമാണ് ആക്ച്വലി. അപ്പോൾ പിന്നെ ഒരു 70% നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കണതുകൊണ്ട് നമ്മുടെ ഒരു കൈൻഡ് ഓഫ് വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത് ഭയങ്കര ഈസിയാണ് കമ്മ്യൂണിക്കേഷനോ, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻ അതാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇതുപോലെ തന്നെ 30% എല്ലായിടത്തും സംഭവിക്കാം. ആ ഒരു സമയത്ത് ഈ കോൺവെർസേഷനിൽ ഇതുപോലെ തന്നെ റെഫറൻസ് അയക്കാൻ പറയും. പക്ഷേ ചില റെഫറൻസുകൾ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് വർക്കൗട്ട് ആവുമോ, അല്ലെങ്കിൽ ആ വെന്യൂവിൽ ഇത് വർക്കൗട്ട് ആവുമോ, അല്ലെങ്കിൽ ടൈം, ഇതെല്ലാം ഫാക്ടേഴ്സാണ്. ഇപ്പം ചില റെഫറൻസ് അയക്കുന്ന പിക്ചേഴ്സ് മോർണിംഗ് ലൈറ്റിലോ അല്ലെങ്കിൽ ഈവനിങ് ലൈറ്റിലോ എടുത്തതാവാം. പക്ഷേ നമുക്ക് നമ്മുടെ ഇവന്റ് ചിലപ്പം ബൈ ഈവനിങ് ആയിരിക്കാം. ഈവനിങ് അവിടെ സൺസെറ്റ് കിട്ടുന്ന ലൊക്കേഷൻ അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡോർ ഫംഗ്ഷൻ ആയിരിക്കാം. മീൻ റെഫറൻസ് പിക്ചർ ഔട്ട്ഡോർ ഇവന്റിന്റെ ആയിരിക്കാം. കുറേ പേരൊക്കെ എനിക്ക് തോന്നുന്നു ജീസിന്റെ തന്നെ ഒരു വർക്ക് എടുത്ത് എനിക്ക് റെഫറൻസ് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് ഒരു ക്ലയൻറ്റ്. അതായത് കംപ്ലീറ്റ്ലി വൈറ്റ് ആണ്, മിനിമൽ ലുക്കാണ്. പക്ഷെ ഇവരുടെ ഫംഗ്ഷൻ നടക്കുന്നത് നൈറ്റും. മനസ്സിലായി. ഇവരുടെ ഫംഗ്ഷൻ നടക്കുന്നത് നൈറ്റും വെഡിങ് നടക്കുന്നത് ഈവനിങ് ആണ്. പക്ഷേ ഇവർ അയച്ചു തന്നേക്കുന്ന ഫോട്ടോ കംപ്ലീറ്റ്ലി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു പിക്ചറിൽ ഒരു അവൈലബിൾ ലൈറ്റിൽ ഷൂട്ട് ചെയ്തേക്കുന്ന ഫോട്ടോസ് ആണല്ലോ. അതിൻ്റെ ഒരു മിനിമൽ ലുക്ക് ഒരിക്കലും നൈറ്റ് ഷൂട്ട് ചെയ്യുന്ന ഒരു വെഡിങ്ങിൽ നടക്കില്ല. എനിക്ക് തോന്നുന്നത് ഈ റെഫറൻസ് കാണുമ്പോൾ തന്നെ നമ്മളൊരു ഇപ്പം ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അപ്പം തന്നെ അവരോട് പറയുക. അതൊരിക്കലും ഒരു അവരെ എന്താ പറയുക ഒഫൻഡഡ് ആയിട്ട് പറയണതോ അല്ലെങ്കിൽ അവർക്കതൊരു നെഗറ്റീവ് സീനിലോ അല്ല. ഇപ്പം ചില പിക്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് പറഞ്ഞാൽ മതി ആക്ച്വലി. ഐ മീൻ പറയുക ഇത് പോസിബിൾ അല്ല, ആക്ച്വലി ഇതിന്റെ റീസൺ ജസ്റ്റ് കാരണങ്ങളാണ്. എന്നുവെച്ചാൽ നമുക്ക് ടെക്നിക്കലി നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. ചില ഫോട്ടോ കാണുമ്പോൾ അതിന്റെ ടെക്നിക്കൽ സൈഡ് നമുക്ക് അറിയാം ആക്ച്വലി. അപ്പോൾ നമ്മൾ പറയുക സോറി ഇത് ഈ പിക്ചേഴ്സ് നമുക്ക് വർക്കൗട്ട് ആവാൻ ചാൻസ് വളരെ കുറവാണ്, പക്ഷേ നമുക്ക് ഇന്ന രീതിയിൽ ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടന്റ്. അത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത് നമുക്ക് വളരെ ചെറിയ ടൈമിൽ കിട്ടുന്ന എഡ്യൂക്കേഷൻ ആയിരിക്കും ആക്ച്വലി. പക്ഷേ ഇതുപോലത്തെ ചെറിയൊരു കാര്യങ്ങൾ പറയുമ്പം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ആക്ച്വലി. പക്ഷെ ഈ ഒരു സാധനം കിട്ടണമെങ്കിൽ, ഈ കമ്മ്യൂണിക്കേഷൻ കിട്ടണമെങ്കിൽ അവര് നമുക്ക് ടൈം തന്നെ ആ ടൈമിന് മാത്രം ഒരു സാധനം കിട്ടുക. ടൈം അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ഫോട്ടോ ഞാൻ മിക്കപ്പോഴും എല്ലാ ക്ലയൻസിനോടും പറയുന്നൊരു കാര്യം, ഒരു ക്യാമറ കൊണ്ട് ഒരിക്കലും ഒരാളെ ഭംഗിയാക്കാൻ പറ്റില്ല. ഇറ്റ് റിയലി നീഡ് സം ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ലൈക്ക് നല്ലൊരു ഡെക്കോർ ആയിരിക്കണം, നല്ലൊരു മേക്കപ്പ് ആയിരിക്കണം, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ക്യാമറ വെച്ചിട്ട് ഒരാളെ വേറൊരാളാക്കാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. അതൊരു ക്യാമറ, ആ ഉപകരണം ഒരു അന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒപ്പിയെടുക്കാൻ പറ്റുന്നൊരു ഇത് മാത്രമാണ്. എനിക്ക് തോന്നിയുണ്ടല്ലോ, ഐ മീൻ എല്ലാവരുടെയും വെഡിങ് ഭയങ്കര യൂണീക്കാണ് ആക്ച്വലി. അതെ, അത് കമ്പയർ ചെയ്ത് വിഷമിക്കുക, ഐ മീൻ കമ്പയർ ചെയ്യേണ്ട ആക്ച്വലി ഇല്ല. അവരുടെ മൊമെന്റ് നിങ്ങളത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിക്ചേഴ്സ് എൻജോയ് ചെയ്തു. ഇപ്പോൾ ജീസ് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ, കാരണം വെഡിങ് എന്ന് പറഞ്ഞൊരു സ്ട്രെസ് സംഭവമായിട്ടാണ് കാണുന്നത്. ഓഫ് കോഴ്സ് അതാണ്. നമ്മൾ പുറത്ത് പോയി വെഡിങ് ഷൂട്ട് ചെയ്യും. ഇപ്പോൾ ജീസ് പുറത്ത് ഒരുപാട് വെഡിങ്സ് എടുത്തിട്ടുണ്ട്, ഞാൻ പോയി എടുത്തിട്ടുണ്ട്. അവിടെ വെഡിങ്സ് എൻജോയ് ചെയ്യണം അവർ. അപ്പോൾ കുറേ ലൈവായിട്ടുള്ള മൊമെൻറ്റ്സ്, കാൻഡിഡ് മൊമെൻറ്റ്സ് ഒക്കെ ഒരുപാട് ക്യാപ്ചർ ചെയ്യാൻ പറ്റാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട വരാറില്ല. അവിടെ നമ്മൾ നല്ലൊരു ഫ്രെയിം വെച്ച് നല്ലൊരു ലൈറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്യാപ്ചർ ചെയ്ത് പോയാൽ മാത്രം മതി. പക്ഷേ നമ്മുടെ ഇവിടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വെഡിങ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സാണ്. എല്ലാവരുടെ മുഖത്ത് സ്ട്രെസ്സാണ്.
ഈ പേഴ്സണലി ഞാൻ ഈ ഇൻറ്റിമേറ്റ് അല്ലെങ്കിൽ ചെറിയ കൈൻഡ് ഓഫ് വെഡിങ് ചൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ മെയിൻ കാരണം ഇതാ. ഓക്കെ. ഐ മീൻ ഇപ്പോൾ ഒരു 200, 150 അല്ലെങ്കിൽ ആ ഒരു ഗസ്റ്റ് കൗണ്ട് ആണെങ്കിൽ അതിലൊരു 90% ആൾക്കാരും അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആൾക്കാരായിരിക്കും. കറക്റ്റ്. അവരുടെ മുമ്പിൽ അവർക്ക് ഫേക്ക് ആവേണ്ട ഒരു കാര്യമില്ല. ഒരാൾ വരുമ്പോൾ ഹായ് അല്ലെങ്കിൽ ചിരിച്ച് ഒരു ഹഗ് ചെയ്യുവാണെങ്കിൽ അത് ഉള്ളിൽ നിന്നായിരിക്കും. ആ മൊമെന്റ് നമുക്ക് ഒന്നും ഞെക്കിയാൽ മതി, അതിൽ പ്രത്യേകിച്ച് വേറെ മാജിക്കിന്റെ ഒരു ആവശ്യമില്ല. അത് ഭയങ്കര നല്ല മൊമെന്റ് ആയിരിക്കും. പക്ഷെ മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് സംഭവങ്ങൾ അല്ലേ? എൻ്റെ വെഡിങ് ഇപ്പോൾ ഐ മീൻ വേറെ എക്സാമ്പിൾ പറയണ്ട, എൻ്റെ വെഡിങ് പോലും ഭയങ്കര നാട്ടിൻപുറത്ത് നോർമൽ കല്യാണമാണ്. അപ്പം ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ വന്നിരിക്കുന്നത് എൻ്റെ പേരൻസിൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അവരെ പലരെയും നമുക്ക് ചിലപ്പം പേഴ്സണലി അറിയത്തില്ല, ഐ മീൻ അറിയാം, പക്ഷെ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അവരോട് നമ്മൾ എന്ത് പറയാം, ഫേക്ക് ആയിട്ടുള്ള സ്മൈൽ കൊടുക്കേണ്ടേയും വരും. കൺഗ്രാറ്റ്സ് പറയുമ്പോൾ താങ്ക് യു അല്ലെങ്കിൽ ആ സാധനം പറഞ്ഞ് ചിരിക്കുക. അതിൽ ആ സാധനത്തിൽ നിന്ന് മാറി ഈ പ്യുവർ സാധനത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈവായിട്ടുള്ള മൊമെന്റ്സ് കിട്ടും, ലൈവായിട്ടുള്ള കുറെ കാൻഡിഡ് നല്ല മൊമെന്റ്സ് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഈസി വേ. പിന്നെ ഒരു സംഭവം എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഡു വി റിയലി നീഡ് ടു ഫോളോ ദ ട്രെൻഡ് ഓർ ഡു വി നീഡ് ടു ക്രിയേറ്റ് സം മെമ്മറീസ്? ഞാനിത് എപ്പോഴും ക്ലയൻറ്റിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ട്രെൻഡ് ഫോളോ ചെയ്യാനാണോ ആഗ്രഹം, അതോ നല്ലൊരു മൊമെൻറ്റ്സ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? ഞാൻ ട്രെൻഡ് ഫോളോ ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. ഐ മീൻ ഫോട്ടോഗ്രാഫി ഡോക്യുമെൻ്ററി മാത്രം അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് പോസി പിക്ചേഴ്സും അല്ലെങ്കിൽ എഡിറ്റോറിയൽ കൈൻഡ് ഓഫ് പിക്ചേഴ്സ് അതൊക്കെ എടുക്കും. ഒരു വെഡിങ്ങിൻ്റെ ഒരു 10-15% ആയിരിക്കും നമ്മൾ അതിന് ടൈം കൊടുക്കണേ, അല്ലെങ്കിൽ ആ സാധനങ്ങൾ ഷൂട്ട് ചെയ്യണേ. ബാക്കി ഫുൾ അവിടുത്തെ അവിടുത്തെ റിയൽ സാധനങ്ങൾക്കും തന്നെയാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ്. പക്ഷേ ഇതെല്ലാം വേറെ വേറെ ഈ സാധനത്തിന് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ട്രെൻഡി സാധനത്തിന് അതിലേറെ മാർക്കറ്റ് ഉണ്ട്. അത് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ അവരെ തന്നെ അതിന് ചൂസ് ചെയ്യുക. ഈ ക്ലയന്റ് അത് ഐ മീൻ അപ്പൊ അത് നിങ്ങൾ മാക്സിമം ഐഡന്റിഫൈ ചെയ്ത്, ഫോട്ടോഗ്രാഫർ അതുപോലെ ക്ലയന്റിനെ ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ വർക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് വേണ്ട സാധനം കിട്ടും. എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും കുറേ നല്ല കുറേ ക്വസ്റ്റ്യൻസും കുറേ ഷെയറിങ്ങും എല്ലാം ഉണ്ടായിരുന്നു ജീസ. ഇതെനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ കുറേ എല്ലാവർക്കും കുറച്ചുകൂടി വാല്യുബിൾ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇഫ് യു റിയലി ഫീൽ സോ, നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണാം, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ഷെയർ ഇറ്റ് ഓൺ ദ കമൻറ്റ്സ്. ആൻഡ് താങ്ക് യു ജീസസ്. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് ഹിയർ. എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം സത്യം പറഞ്ഞ് ഞാനും ഇതുപോലെ എന്താ പറയുക ഒത്തിരി പോഡ്കാസ്റ്റും നമ്മൾ ജോസഫ് രാജീൻ്റെ അല്ലെങ്കിൽ അവരൊക്കെ വിശാൽ പഞ്ചാബിയുടെ ഒക്കെ പോഡ്കാസ്റ്റൊക്കെ സ്പോട്ടിഫൈയിലും യൂട്യൂബിലും എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. അപ്പം ഇതിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളിങ്ങനെ ഇനിഷ്യേറ്റീവ് ചെയ്ത് അതിനൊരു സപ്പോർട്ട് എന്നുള്ള രീതി മാത്രമാണ് ഞാൻ ഐ മീൻ അബിക്ക് വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറയാം. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ഇത്ര സംസാരിക്കുന്നു, ഇത്ര സമയം സംസാരിക്കുന്നു ഒന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ റിപ്ലൈ പോലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ മീൻ എമി പറഞ്ഞു പോയി ചെയ്യുക, ആ സീനൊക്കെ അത്രേ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മെയിൻ ഫാക്ട് ഇതാണ്, അതായത് ഈ ഇനീഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അത് ഇതിലും നല്ല സാധനങ്ങൾ ഇനിയും വരും ഇതിൻ്റെ അകത്തുനിന്ന്. അതെ അതെ, കാരണം ഇത് നമ്മുടെ ഈ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രീനെ തന്നെ കുറേ പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഈവൻ വെഡിങ് കമ്പനീസിൻ്റെ ഓണേഴ്സ് ആയിക്കോട്ടെ, വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ, വീഡിയോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ, നമ്മളെല്ലാം ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് മുന്നിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാനിത് ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഓരോരുത്തരോടും പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഇഫ് യു റിയലി വോണ്ട് ടു സേ സംതിങ്, ഒന്നല്ലെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു അപ്രോച്ച് അവർ പോഡ്കാസ്റ്റ് എനി ടൈം. നിങ്ങൾക്ക് വരാം, നമ്മളോട് സംസാരിക്കാം. കുറേ മെസ്സേജുകൾ ക്ലയൻസിനോടാണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിനോടാണെങ്കിലും ഷെയർ ചെയ്യാം. സോ ദിസ് വിൽ ബി എ സ്റ്റാർട്ട് ഫോർ ദാറ്റ്. ഈ പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു സ്റ്റാർട്ട് ആയിക്കോട്ടെ കേട്ടോ. ആൻഡ് താങ്ക് യു സോ മച്ച് ജീസ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ്. ഞാൻ കുറേ മണ്ടത്തരങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എഡിറ്റിംഗ് നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് എഡിറ്റിംഗ്. ഓക്കെ മാൻ, താങ്ക് യു. ബൈ.